ചോദിച്ചത് ഡിസ്കഷൻസ് ഇംഗ്ലീഷ് ഔട്ട് ഓഫ് സിലബസ് അല്ലേ? യെസ്. എക്സാമിന് ഇംഗ്ലീഷ് ഒന്നും ഉണ്ടാവില്ല അല്ലേ? അത് വെറുതെ എടുത്തു പോണതാണോ? ജോലിക്കൊക്കെ ഇംഗ്ലീഷ് ആവശ്യമില്ല, അത് കാരണം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു മാത്രം. ജസ്റ്റ് നമുക്കൊന്ന് ബേസ് കിട്ടാൻ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് വേണ്ടിട്ടാണല്ലേ? ചെയ്യാന് സുഖകരമാവാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ ആദ്യമായിട്ടാണ് ഇംഗ്ലീഷ് ക്ലാസ്? അതെ. നമുക്ക് നിഷ ടീച്ചർ, രമ്യ മിസ്, അതേപോലെ ശരണ്യ മിസ്, പിന്നെ അശ്വതി മിസ് ഇതന്നെയല്ലേ ഉള്ളൂ? ഇപ്പോ ക്ലാസ് എടുത്ത രമ്യ, ക്ലാസ് റെക്കോർഡിംഗ്. അല്ല, ഓരോ നോട്ട് വൈസ് നോക്കുമ്പോഴേ രമ്യ മിസ്, ശരണ മിസ്, അശ്വതി മിസ്, നിഷ മിസ്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാറായി. അടുത്ത ക്ലാസ് പിന്നെ ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ശരി. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തതൊക്കെ എല്ലാരും വായിച്ചൊക്കെ നോക്കിയോ? നോക്കിയല്ലേ? ഞാൻ നോട്ട് പറയുമ്പോ നോട്ട് എഴുതി എടുക്കാൻ തന്നെ നോക്കുക കേട്ടോ, അതാണ് ഏറ്റവും നല്ലത് കേട്ടോ. ഓക്കെ, നോട്ട് എഴുതിയെടുത്ത് പോകുന്നത് തന്നെയാണ് നല്ലത്. ഇതിനു മുമ്പത്തെ കുട്ടികൾക്ക് അങ്ങനെ തന്നെയാണ് ചെയ്തിരുന്നത്, അവർക്ക് കൂടുതൽ അങ്ങനെയാണ് ഹെൽപ്ഫുൾ. കാരണം നോട്ട് നമ്മൾ പറഞ്ഞു കൊടുത്ത് അത് എഴുതാതെ വന്നു കഴിഞ്ഞാല് ജസ്റ്റ് നിങ്ങൾക്ക് അത് ഇട്ട് തരുമല്ലോ, അപ്പൊ നിങ്ങൾ അത്രയും പഠിക്കില്ല. എപ്പോഴും നമ്മള് സ്വയം, അതായത് ക്ലാസ് കേട്ട് കഴിഞ്ഞിട്ട് നോട്ട് എഴുതിയെടുക്കുന്ന ശീലമാണ് എപ്പോഴും നമുക്ക് നല്ലത്. ഈ ഒരു കോഴ്സിന് മാത്രമല്ല, എല്ലാ കോഴ്സുകൾക്കും ഏത് എക്സാം ആയിക്കോട്ടെ അങ്ങനെയാണ് സാധാരണ കുട്ടികൾ പഠിച്ചു വരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ തന്നെ ക്ലാസ് എടുത്തു കഴിഞ്ഞിട്ട്, അതായത് ആദ്യം ഞാൻ നോട്ട് പറയും, അത് കഴിഞ്ഞിട്ട് അതായത് ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തു തരും, അത് കഴിഞ്ഞിട്ട് നോട്ട് തരാം. അപ്പൊ നിങ്ങൾക്ക് എഴുതെടുക്കാനുള്ള സമയവും കിട്ടും. അത് മതിയില്ലേ? മതിയല്ലേ? ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിലത്തെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? ആയുഷിനെ പറ്റി ഒരാളോട് ചോദിക്കാം, എല്ലാവരോടും പറയുമ്പോൾ ഡിസ്റ്റർബൻസ് ആവും അല്ലെ? ലിജിമോൾ സനീഷ ഒന്ന് പറയോ, എന്തൊക്കെയാ പറഞ്ഞേ? Ayush in the ministry under the government of India 9 November 2014. അതില് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി and naturopathy. Ayush is a name devised from names Ayush. Ayush aims it is responsible for developing education and research of traditional medicine system in India. Ayurveda, it is Indian system of medicine seen 5,000 years in Indian. According to Ayurveda, everything is composed of earth, space, air, fire, water. പിന്നെ water elements. This is visible as excess mucus, cold, sinusitis, swelling of glands, edema of tissues, blood thinning or blood clotting. Human body in the assisting in human body in combined human body. Vata, Pitta, Kapha. Ayurveda, there are a harmony with each other human body. One them is dominating is called as a disease.
Ayurveda largely used plants as raw materials for the manufacture of drugs. Ayurvedic medicine are generally safe and no side effects. Yoga is both a science and an art that promotes healthy living physically, mentally, morally, and spiritually. Okay. പിന്നെ father of Unani, Hippocrates, one of the oldest system of medicine based on the teaching of Hippocrates, father of medicine, in 416 BC. ഹിപ്പോക്രാറ്റസിനെ കുറിച്ചിട്ട് 2-3 ലൈൻ ഉൾക്കൊള്ളുന്നത് എഴുതിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എല്ലാരും എഴുതിക്കൊണ്ട് വന്നോ? Yes. ഓക്കെ വെരി ഗുഡ്. അപ്പൊ നമുക്ക് യുനാനി പറഞ്ഞു തുടങ്ങാം അല്ലെ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാദർ ഓഫ് യുനാനി, എന്റെ പേര് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ പേര് അശ്വതി എന്നാണ് കേട്ടാ. ഓക്കെ, അപ്പൊ ഫാദർ ഓഫ് യുനാനി എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഹിസ്റ്ററി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഞാൻ? അരച്ചുവെട്ടിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? തുടങ്ങിയുള്ളൂ അല്ലെ? ഓക്കെ, അപ്പൊ വേറെ ബാച്ചിനെടുത്തെ. അതായത് ഹിപ്പോക്രാറ്റസ് എന്ന് പറയുന്നത് എന്താ, ഗ്രീസിൽ, അതായത് ഗ്രീക്കിലെ ഫേമസ് ആയിട്ടുള്ള ഒരു എന്താണ് പേഴ്സൺ ആണ് അല്ലെ? അതായത് ഒരു വൈദ്യൻ തന്നെയാണെന്ന് പറയാം. കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് അദ്ദേഹം, സയന്റിസ്റ്റ് കൂടിയാണ്. അപ്പൊ ഇദ്ദേഹം എന്ത് ചെയ്തു, അതായത് ആ ഒരു നാട്ടില്, അതായത് ഗ്രീസ് എന്ന് പറയുന്ന ഒരു നാട്ടില് ഉണ്ടായിരുന്ന പതിവ് എന്ന് പറഞ്ഞാല് അവിടെ പരമ്പരാഗത വൈദ്യമാണ് ഉണ്ടായിരുന്നത്. മീൻസ് അതായത് ഒരു ഫാമിലിയിൽ തന്നെ ആളുകള് എന്ത് ചെയ്യും, ആളുകളെ ചികിത്സിക്കും. അവിടെയുള്ള ആളുകൾക്ക് മാത്രമാണ് എന്ത് ചെയ്യാം, ആളുകളെ ചികിത്സിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നത് രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ. അപ്പോ ഇവിടെ ഉണ്ടായിരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം പരമ്പരാഗതമായിട്ടുള്ള, അതായത് പരമ്പരാഗത വൈദ്യൻ അവിടെ ആ ഒരു ഫാമിലിയിലെ ആ ഒരു വൈദ്യൻ, അതായത് ആ നാട്ടുകാർക്ക് മുഴുവനും സർവീസ് ചെയ്യുന്ന ആ ഒരു വൈദ്യൻ മരിച്ചു കഴിഞ്ഞാല് പിന്നീട് ആ വൈദ്യൻ കൈകാര്യം ചെയ്യുന്നത് ഒന്നില്ലെങ്കിൽ അയാളുടെ മക്കളോ അല്ലെങ്കിൽ അയാളുടെ ഫാമിലിയിലുള്ള ഏതെങ്കിലും ഒരു മെമ്പേഴ്സോ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ശൈലിയാണ് എന്ത് ചെയ്തിരുന്നത്, അവിടെ പിന്തുടർന്ന് പോന്നിരുന്നത്, ഫോളോ ചെയ്തിരുന്നത്. അപ്പൊ ഇതിനെതിരെ എന്ത് ചെയ്തു, ഹിപ്പോക്രാറ്റസ് മുന്നോട്ട് വന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ആ നാട്ടിലെ ജനങ്ങളെയൊക്കെ അവിടുത്തെ ഒരു മരച്ചുവട്ടില്, ഫേമസ് ആയിട്ടുള്ള ഒരു മരമാണ് ഒരു ആൽമരം, ആ ആൽമരത്തിന്റെ ചുവട്ടിൽ എന്ത് ചെയ്തു, വിളിച്ചുകൂട്ടി. അപ്പൊ അവിടെയുള്ള യുവാക്കളൊക്കെ എന്ത് ചെയ്തു, അവിടെ വന്ന് ഇരുന്നു. എന്നിട്ട് ഹിപ്പോക്രാറ്റസ് പറഞ്ഞു, ഈ നാട്ടില് പരമ്പരാഗത വൈദ്യന് മാത്രമല്ല, എന്നാൽ അദ്ദേഹത്തിന്റെ ഫാമിലിക്ക് മാത്രമല്ല ട്രീറ്റ്മെന്റ് കൊടുക്കാനായിട്ട് റൈറ്റ് ഉള്ളത്, എല്ലാവർക്കും എന്ത് ചെയ്യാം, വൈദ്യം അഥവാ മെഡിസിൻ എന്ന് പറയുന്ന ആ ഒരു ഇത് പഠിച്ചിട്ട് എന്ത് ചെയ്യാം, ആളുകളെ ട്രീറ്റ് ചെയ്യാം എന്നൊരു ഇത് കൊണ്ടുവന്നത് ആരാണ്, ഹിപ്പോക്രാറ്റസ് ആണ്. അതാണ് ആ ഒരു ഐഡിയ കേട്ടോ. അപ്പൊ ആളുകള് ഇത് കേട്ടിട്ടാണ് എന്ത് ചെയ്തത്, അവിടുത്തെ യുവാക്കളൊക്കെ എന്ത് ചെയ്തു, വൈദ്യം പഠിക്കാനായിട്ട്, അതായത് ഈ മെഡിസിൻ ആ ഒരു ഇത് പഠിക്കാനായിട്ട് ആരംഭിച്ചു. എന്ത് ചെയ്തു, ആളുകളെ ട്രീറ്റ്മെന്റ് ചെയ്യാനും തുടങ്ങി. അപ്പൊ അതിന് തുടക്കമിട്ടത് ആരാണ്, ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹം യുനാനി മെഡിസിന്റെ പിതാവെന്ന് കൂടി അറിയപ്പെടുന്നു. ക്ലിയർ ആണോ? ഓക്കെ, അപ്പോ ഫേമസ് ആയിട്ടുള്ള 2 തിയറീസ് ആണ് ഹിപ്പോക്രാറ്റസിനുള്ളത് കേട്ടോ. നമ്മൾ യുനാനിയിൽ പറയുമ്പോൾ ഫേമസ് ആയിട്ടുള്ള 2 തിയറീസ് ഉണ്ട്. ഒന്ന് ചതുർദോഷ തിയറി, മറ്റൊന്ന് ചതുർഭൂത തിയറി. ഇപ്പൊ എഴുതിയെടുക്കണ്ട കേട്ടോ, ഞാൻ പറഞ്ഞു തരാം, അത് ഇത് കേട്ടിരിക്കാം. ഒന്ന് ചതുർദോഷ തിയറി, 2 ചതുർഭൂത തിയറി. ഓക്കെ, അപ്പൊ ഈ 2 തിയറിയില് ഉൾക്കൊള്ളുന്നത്, നമ്മൾ നേരത്തെ ആയുർവേദത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെ, അതായത് ആയുർവേദത്തിൽ എത്ര കമ്പോണന്റ്, അതായത് പഞ്ചമഹാഭൂതാസ് ഉണ്ട്, അത് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് 3 ഫോം ആയിട്ടാണ് കാണപ്പെടുന്നത് എന്ന് പറഞ്ഞു. ഈ ചതുർഭൂത അല്ലെങ്കിൽ ചതുർദോഷ, ഈ 2 തിയറിയിലും പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് 4 കമ്പോണൻസ് ഉണ്ടെന്നാ പറയുന്നത് കേട്ടാ. 4 കമ്പോണൻസ്. ഒന്ന് ബ്ലഡ്, ഓക്കെ, രക്തം നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുണ്ട്. അതുപോലെ തന്നെ ഫ്ലം എന്ന് പറയുന്നത് സയന്റിഫിക് നെയിം ആണ് കേട്ടോ, കഫത്തിന്റെ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, കഫ എന്ന് പറഞ്ഞല്ലോ, കഫ് എന്ന് പറഞ്ഞില്ലേ, അതിന്റെ സയന്റിഫിക് നെയിം എന്ന് പറയുന്നത് ഫ്ലം എന്നാണ് കേട്ടോ.
അപ്പൊ രണ്ടാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് ഫ്ലം ആണ്. മൂന്നാമത്തേത് ബൈല്. ഓക്കെ, മൂന്നാമത്തേത് ബൈൽ എന്ന് പറഞ്ഞാല് പിത്തം എന്നാ പറയാ. ഓക്കെ, ബൈല്. നാലാമത്തേത് ബ്ലാക്ക് ബൈല്, അതായത് കറുത്ത പിത്തം എന്ന് പറയുന്നു. അപ്പോ നമ്മുടെ ഹ്യൂമൻ ബോഡിയില് യുനാനിയിലെ ചതുർബോധ ആൻഡ് ചതുർദോഷ തിയറി അനുസരിച്ച് 4 ഫാക്ടേഴ്സ് ഉണ്ട്. വൺ ഈസ് ബ്ലഡ്, സെക്കൻഡ് വൺ ഈസ് ഫ്ലം, തേർഡ് ഈസ് ബൈൽ ആൻഡ് ഫോർത്ത് വൺ ഈസ് ബ്ലാക്ക് ബൈൽ. അതായത് ബൈലിനെ തന്നെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതായത് മഞ്ഞ പിത്തം, അതുപോലെ തന്നെ കറുത്ത പിത്തം, അതുപോലെ തന്നെ ചുവന്ന പിത്തം. അങ്ങനെ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് യുനാനി പറയുന്നത് എന്താണ്? നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ എന്തുണ്ട്? ബ്ലാക്ക് ബൈൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മുടെ നേരത്തെ നമ്മള് ഈ ആയുർവേദയിൽ പറഞ്ഞ പോലെ തന്നെ, അതായത് 3 ഏതെങ്കിലും ഡോമിനൻസ് കൊണ്ടാണ് എന്തുണ്ടാവണേ? നമുക്ക് രോഗം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് ഇത് പറയുന്നേ, യുനാനിയും പറയുന്നേ. ഈ 4 ഘടകങ്ങൾ ഏതൊക്കെയാ? ബ്ലഡ്, ഫ്ലം, ബൈല്, ബ്ലാക്ക് ബൈല്. ഈ 4 ഫാക്ടേഴ്സില് ഏതെങ്കിലും ഒന്നിന്റെ അളവില് കൂടുതലോ കുറവോ ഉണ്ടായാലാണ് നമുക്ക് എന്തുണ്ടാവുക? രോഗമുണ്ടാകുന്നത് എന്നാണ് യുനാനി ശാസ്ത്രം പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് യുനാനിയിൽ നമുക്ക് ബേസിക് ആയിട്ട് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനായിട്ട് ഉള്ളത്. ക്ലിയർ ആണോ യുനാനി? ഒന്ന് മ്യൂട്ട് ചെയ്യാൻ പറയോ? ആ, ഫാത്തിമ എല്ലാവരും മ്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഞാൻ പറയുമ്പോ മാത്രം പറഞ്ഞാൽ മതി. ഒരാളെ ഞാൻ പറയുള്ളൂ, അവര് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. എല്ലാവരും കൂടി എന്തെങ്കിലും ഒരു ശബ്ദം ഉണ്ടായാല് ക്ലാസ്സിന് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് വരുമല്ലോ. ഓക്കെ, യുനാനി മനസ്സിലായോ? ക്ലിയർ ആണോ? മാം ഒന്നുകൂടെ പറയാമോ? ഒന്നുകൂടി പറയണം. ഓക്കെ, ഫാദർ ഓഫ് യുനാനി മെഡിസിൻ എന്ന് പറയുന്നത് ഹിപ്പോക്രാറ്റസ് ആണ്. അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫർ ആണ്. 2 മേജർ ആയിട്ടുള്ള തിയറിയാണ് അദ്ദേഹത്തിന്റെ ഉള്ളത്. ഒന്ന് ചതുർഭൂത തിയറി, 2 ചതുർദോഷ തിയറി. ഈ സിസ്റ്റം അനുസരിച്ച് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് 4 ഫാക്ടേഴ്സ് ഉണ്ട്. 1 ബ്ലഡ്, 2 ഫ്ലം, 3 ബൈല്, 4 ബ്ലാക്ക് ബൈല്. അപ്പോ എന്താണ്? ഈ ഒരു 4 ഫാക്ടേഴ്സിന്റെ ഏറ്റക്കുറച്ചിലുണ്ടാവുമല്ലോ, അതുകൊണ്ടാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? രോഗം ഉണ്ടാകുന്നതെന്നാണ് യുനാനി ശാസ്ത്രം പറയുന്നത്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നോട്ട് എഴുതാം. എല്ലാവരും മ്യൂട്ട് ചെയ്തോ, ഞാൻ പറഞ്ഞു തരാം. യുനാനിന്ന് ഹെഡിങ് കൊടുക്കുക. Father of Unani medicine. Father of Unani medicine. Hippocrates കേട്ടോ. Hippocrates. സ്പെല്ലിംഗ് പറയോ? ആ, സ്പെല്ലിംഗ് പറയാം. HIPPOCRATUS. ഹിപ്പോക്രാറ്റസ്. ഇതിന്റെ അടുത്ത ലൈനായിട്ട് പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. പോയിന്റ് ഇട്ട് വേണം എഴുതാനായിട്ട് ഓരോന്നും. ഹിപ്പോക്രാറ്റസ് എന്ന് എഴുതുക. എന്നിട്ട് ബ്രാക്കറ്റില് ഗ്രീക്ക് ഫിലോസഫർ എന്ന് എഴുതാം. ഗ്രീക്ക് ഫിലോസഫർ. ഗ്രീക്ക് ഫിലോസഫർ. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. മെയ്ഡ്. മെയ്ഡ്, MADE ട്ടോ. മെയ്ഡ്. വാല്യുബിൾ. വാല്യുബിൾ, VALUABLE. വാല്യുബിൾ. കോൺട്രിബ്യൂഷൻ ടു ഇറ്റ്. ഒന്നുകൂടെ പറയുമ്പോ. ഓക്കെ,
Hippocrates, Greek philosopher, made a valuable contribution to it. Valuable contribution to it. Valuable contribution to it. വിച്ച് ആണോ മാം? ഇറ്റാണ് മോളെ, ഇറ്റ്. ഇതിന് അതായത് വളരെയധികം മൂല്യമേറിയ സംഭാവനകൾ ഇതിന് നൽകിയിരുന്നു കേട്ടോ. ടു ഇറ്റ്. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എഴുതാം. For the great philosopher, valuable contribution To it. 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 Next one. This system is this system. This THIS. This system is. System is based on. Based on. Two theories. Two theories. TW TW. രണ്ട് തിയറി. Two theories. തിയറിയുടെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു. തിയറിയുടെ സ്പെല്ലിംഗോ? THEORIES. തിയറീസ്. മാഡം സിസ്റ്റം ഈസ് കഴിഞ്ഞ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ, അടിസ്ഥാനമാക്കിയിട്ടുള്ളത് രണ്ട് തിയറിയെയാണ്. ബേസ്ഡ് ഓൺ ടു തിയറീസ്. രണ്ട് തിയറിയെ അടിസ്ഥാനമാക്കി എന്നാണ് പറയുന്നത് കേട്ടാ. ബേസ്ഡ് ഓൺ ടു തിയറീസ്. ഷോ ക്യാപ്ഷൻ ഞെക്കി കഴിഞ്ഞാൽ സ്പെല്ലിംഗ് കാണാം. ഓക്കെ, ഏതൊക്കെയാണ് രണ്ട് തിയറികള്? നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. ചതുർഭുജ ചതുർദോഷ ചതുർദോഷ തിയറി, ചതുർഭുജ തിയറി. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതാം. സിസ്റ്റം. SYSTEM. സിസ്റ്റം. said that SAID പറയുന്നത്. said that four components. Components എന്താ? ഘടകങ്ങള് കേട്ടോ. Components are seen in human body. Seen, കാണുന്നത് കേട്ടോ. SEEN. Seen in human body. ഈ ഒരു സിസ്റ്റം അനുസരിച്ച് മനുഷ്യ ശരീരത്തില് 4 കമ്പോണൻസ് ആണ് ഉള്ളത്, കാണാൻ പറ്റുന്നത് എന്നാണ് പറയുന്നത്. കമ്പോണൻസിന്റെ മീനിങ്സ് ഒന്ന് പറയാമോ? ഏതൊക്കെയാ? ഒന്ന് ബ്ലഡ് കേട്ടോ. ബ്ലഡ് ഫസ്റ്റ് കമ്പോണന്റ് എന്ന് പറയുന്നത് ബ്ലഡ് ആണ്. സെക്കൻഡ് ഫ്ലം. PHELGM. ഫ്ലം. PHELGM. ഫ്ലം എന്ന് പറഞ്ഞാല് കഫം. ഓക്കെ. തേർഡ് കമ്പോണന്റ് ബൈലാണ്. അപ്പോ യെല്ലോ ബൈൽ പറയാല്ലേ? യെല്ലോ ബൈൽ. എന്താ? യെല്ലോ ബൈൽ, മഞ്ഞപ്പിത്തം. അത് ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ പോണുള്ളൂ. ബൈൽ കേട്ടോ. BILE. ബൈൽ, പിത്തം. മൂന്നാമത്തേത് ബൈല്. BILE. പിത്തം. മാം ആദ്യം തൊട്ടൊന്നും കൂടി പറയോ? ആദ്യം തൊട്ടോ? ഒന്ന് ബ്ലഡ്, രണ്ട് ഫ്ലം. PHELGM. ഫ്ലം.
മൂന്നാമത്തേത് ബൈല്, BILE, ബൈല്. ബി ഒന്നുകൂടെ പറ മിസ്. ബി ബി മോളെ ABCD ബി AB രണ്ടാമത്തെ ലെറ്റർ BILE, ബൈല്. ഓക്കെ. BILE. ഓക്കെ. നാലാമത്തേത് ബ്ലാക്ക് ബൈല്. ഒരു ബ്ലാക്ക് ചേർത്താൽ മതി ബൈലിന് മുമ്പായിട്ട്. ബ്ലാക്ക് ബൈല്, കറുത്ത പിത്ത. ഇത് പറയണത് എന്ത് തന്നെയാ? ഏറ്റക്കുറച്ചിലുകൾ കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? രോഗം ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ എന്നാണ് പറയുന്നത്. നമ്മള് എവിടെ എഴുതിയത്? എവിടെ എഴുതിയത് നേരത്തെ? ബ്ലാക്ക് ബൈൽ. അല്ല, നേരത്തെ നമ്മള് ഡിസീസ് ഉണ്ടാവുന്നത് എവിടെ? ഏറ്റക്കുറിച്ചിലുകൾ കാരണം. അത് തന്നെ എന്ത് ചെയ്താൽ മതി? ഇപ്പുറത്തോട്ട് എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ, അത് തന്നെ എഴുതിയാൽ മതി. അങ്ങനെ തന്നെയാണ്. അതായത് ഈ 4, അതിനകത്ത് 3 എണ്ണമായിരുന്നു, ഇതിനകത്ത് 4 എണ്ണം. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് സിദ്ധ. സിദ്ധ ആരാ വായിക്ക? സിനി എടശ്ശേരി. പറയുന്നവര് മാത്രം വായിച്ചാൽ മതി കേട്ടോ. സിനി. മാം 4 പിത്തുണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, അത് എഴുതണ്ടാ? അത് വേണ്ട, ഞാൻ പറഞ്ഞതേ ജസ്റ്റ്. ആരാ വായിക്ക? ഫാത്തിമ വായിക്കോ? The Siddha system attempts to define diseases as the condition in which the normal equilibrium of the 5 elements in human beings is that result in different forms of discomfort. എന്താ പറയുന്ന ഫാത്തിമ? ഹ്യൂമൻ ബീങ്സിൽ ഉണ്ടാകുന്ന 5 എലമെന്റ്സ് പിന്നെ അതിന്റെ നോർമൽ എക്വിലിബ്രിയം ഇതിന്റെ കണ്ടീഷൻ അനുസരിച്ചാണ് അസുഖം ഉണ്ടാകുന്ന. ആണോ? വേറെ ആർക്ക് പറയാൻ പറ്റും? വേറെ ആരെങ്കിലും ഒന്ന് പറഞ്ഞേ, നന്നായിട്ടൊന്ന് പറഞ്ഞേ, മനസ്സിലായ കാര്യം. ഫൗസിയാണ് ഇപ്പൊ പറഞ്ഞത്. ജസ്ന. ആരും എല്ലാരും മിണ്ടാതിരിക്കുന്ന എന്താ? ആരെങ്കിലും ഒരാൾ പറഞ്ഞേ. ആരാ പറയാ? സിമി. നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന 5 എലമെന്റ്സിൽ ഉണ്ടാകുന്ന ഡിസ്കംഫോർട്ട് കൊണ്ട് വരുന്നതാണ് ഇതില് പറയുന്നത്. 5 എലമെന്റ്സിൽ എന്തെങ്കിലും ഡിസ്കംഫോർട്ട് ഉണ്ടായാൽ അതാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത് സിദ്ധയിൽ അസുഖമായിട്ട്. ഓക്കെ, അതായത് ഈ 5 എലമെന്റ്സ് എന്ന് പറയുന്നത് ഏതായിരിക്കും? പഞ്ചഭൂതം. അതായത് പഞ്ചമഹാഭൂതസിനാണ് ഇവരെന്ത് പറയുന്നത്? 5 എലമെന്റ്സ് ആയിട്ട് സിദ്ധയിൽ കണക്കാക്കുന്നത്. ആ പഞ്ചമഹാഭൂതാസ് നമ്മുടെ ഹ്യൂമൻ ബോഡിയില് 3 കമ്പോണൻസ് ആയിട്ട് അടങ്ങിയിരിക്കുന്നത്. ആയുർവേദ പറയുന്ന സെയിം പ്രൊസീജിയർ തന്നെയാണ് എന്ത് പറയുന്നത്? സിദ്ധയും പറയുന്നത്. ഏതൊക്കെയായിരിക്കും അപ്പൊ 3 കമ്പോണൻസ്? ഏതൊക്കെയായിരിക്കും? വാദം, പിത്തം, കഫം. വാദം, പിത്തം, കഫം. ഈ 3 കമ്പോണൻസ് നമ്മുടെ ശരീരത്തില്, അതായത് ആ ഒരു ഇതിന്റെ ഏറ്റക്കുറച്ചിൽ കൊണ്ടൊക്കെയാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? രോഗം ഉണ്ടാകുന്നത് തന്നെയാണ് ഈ സിദ്ധയും പറയുന്നത്. പിന്നെ സിദ്ധയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. സിദ്ധ എന്ന് പറയുന്നത് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടോ? സിദ്ധ ആരായിരിക്കും ഏറ്റവും കൂടുതൽ സിദ്ധ വൈദ്യം ഉപയോഗിക്കുന്ന അപ്ലിക്കേഷൻ ചെയ്യുന്ന ആളുകൾ ആരായിരിക്കും?
ഓക്കെ. എവിടെ നിന്നായിരിക്കും ഡിറൈവ് ചെയ്ത് വന്നിട്ടുണ്ടാവുക? മീൻസ് ഒറിജിനേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവുക എവിടെ നിന്നായിരിക്കും? ചൈന ആയിരിക്കും. ഏത് കൾച്ചർ ആയിരിക്കും? സിദ്ധാന്ത പുരാതന കാലത്ത്, അതായത് ഇന്ത്യൻ കൾച്ചർ. ട്രഡീഷണൽ ട്രൈബൽസ്. നമ്മുടെ കൾച്ചർ ആണോ? ട്രൈബൽ ആയിരിക്കും. ട്രൈബൽസ് ആണോ? തമിഴ് കൾച്ചർ ആണ് കേട്ടോ. തമിഴ് കൾച്ചറിൽ നിന്നാണ് എന്ത് വന്നിരിക്കുന്നത്? സിദ്ധ സിസ്റ്റം വന്നിരിക്കുന്നത് കേട്ടോ. The Siddha science is a traditional system generated from Tamil culture. Okay, തമിഴ് കൾച്ചറിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന വൈദ്യമാണെന്ത് സിദ്ധ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ. It ensures prevention and promotion of health through the principles of food is medicine and medicine is food. അതായത് സിദ്ധ സിസ്റ്റം പറയുന്ന അനുസരിച്ച് നമുക്ക് അതായത് നമുക്ക് ഹെൽത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്ക് ഒരുവിധമൊക്കെ എന്താണ് രോഗങ്ങളെയൊക്കെ നമുക്ക് ചെറുത്ത് നിൽക്കാനായിട്ട് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നത് നമ്മുടെ ഫുഡ് കൊണ്ടാണെന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരമാണ് എന്ത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിൽ മരുന്നായിട്ടും അതുപോലെ തന്നെ നമുക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട്, അതായത് നമുക്ക് നല്ലൊരു ഹെൽത്ത് ഉണ്ടാവാനും വേണ്ടി സഹായിക്കുന്നത് എന്ത് തന്നെയാ? ഫുഡാണെന്നാണ് പറയുന്നത്. അപ്പോ സിദ്ധ സിസ്റ്റം മുന്നോട്ട് വെക്കുന്ന ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്. ആ കോട്ടാണ് ഫുഡ് ഈസ് മെഡിസിൻ ആൻഡ് മെഡിസിൻ ഈസ് ഫുഡ്. എന്താ പറയുന്നേ? അതായത് ഫുഡാണ് മെഡിസിൻ എന്ന് പറയുന്നു, മെഡിസിൻ തന്നെയാണ് ഫുഡ് എന്ന് പറയുന്നു. രണ്ടും കൂടി എന്താണ് കോമ്പൻസേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ഫുഡ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തെ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? മെഡിസിൻ ആയിട്ട് കണക്കാക്കുന്നത് കേട്ടോ. നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇപ്പൊ നമ്മൾ നല്ല രീതിയിൽ ഡയറ്റ് എടുക്കുകയാണെങ്കിൽ എന്താണ്, അതായത് ഭയങ്കരമായിട്ട് നമുക്ക് രോഗം വന്നിട്ടല്ല, ഇപ്പൊ എന്തെങ്കിലും ഒരു രോഗം വന്നിട്ടോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് നമുക്ക് തടി വെക്കുമ്പോഴൊക്കെയാണല്ലോ നമ്മൾ സാധാരണ എന്ത് ചെയ്യുക? ഡയറ്റ് ചെയ്യുക. ഓക്കെ, ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം നമ്മൾ ഡയറ്റ് ചെയ്യും അല്ലെ. പക്ഷെ അങ്ങനെയുള്ള ഡയറ്റ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മൾ നോർമൽ ആയിട്ട് നമ്മള് ജനിച്ചു കഴിഞ്ഞ്, അതായത് നമ്മൾക്ക് ഒരു വിധം പ്രായമാവുമല്ലോ. ഇപ്പൊ നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ അമ്മയൊക്കെ എന്താണ് നമുക്ക് നല്ല നല്ല ഫുഡുകളൊക്കെ തരില്ലേ? അന്ന് തുടങ്ങി നമ്മൾ പ്രാക്ടീസ് ചെയ്തു വരുന്ന ഒന്നുണ്ട്. അതായത് ട്രഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഡയറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ് നമ്മുടെ ഹെൽത്തിന് നല്ല രീതിയിൽ ബാധിക്കും. ഇപ്പൊ ചെറുപ്പം മുതലേ നമ്മ നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും നല്ല രീതിയിലുള്ള ഡയറ്റും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താണ് നമ്മുടെ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന ബ്രാഹ്മിൻസിന്റെ ഒരു ഫുഡ് സ്റ്റൈൽ ഉണ്ട്. ട്രഡീഷണൽ ആയിട്ട് അവർ പിന്തുടർന്ന് പോകുന്ന ഒരു ശൈലിയാണത്. ഓക്കെ, അതായത് നോർമലി ഇല്ലങ്ങളിലൊക്കെ കാണുന്ന ഫുഡ് സ്റ്റൈൽ ഉണ്ട്. രാവിലെ എണീറ്റുന്നു വൈകുന്നേരം വരെയുള്ള അവരുടെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ ഒരു രീതിയിൽ, അതായത് അങ്ങനെ നമ്മൾ കണക്കാക്കുമ്പോൾ എന്താണ് ആ ഒരു ഫുഡ് സ്റ്റൈൽ എന്ന് പറയുന്നത് അവരുടെ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒന്നാണ്. അപ്പൊ സിദ്ധ സിസ്റ്റം പറയുന്നത് ഫുഡ് തന്നെയാണ് നമ്മുടെ മെഡിസിൻ എന്നാണ് അത് പറയുന്നത്. സിദ്ധ സിസ്റ്റം മുന്നോട്ട് വയ്ക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് The system believes that the role of three humors, അതായത് കമ്പോണൻസ് എന്നാ പറയുന്നത്. ഹ്യൂമേഴ്സ് എന്ന് പറയുന്നത് കമ്പോണൻസ് തന്നെയാണ്. അതായത് ഘടകങ്ങൾ, 3 ഘടകങ്ങളുണ്ട് ആയുർവേദയിൽ പറയുന്ന പോലെ തന്നെ. 1 വാത, 2 പിത്ത, 3 കഫ. ഈ 3 ഘടകങ്ങളാണ് എന്തുണ്ടാക്കുന്നത് നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ട്. അതെന്ത് ചെയ്യും? അതിന്റെ ഏറ്റക്കുറച്ചുകൾ എന്ത് ചെയ്യും? ഡിസീസ് ഉണ്ടാക്കും. ഓക്കെ, അപ്പോ ഏകദേശം ആയുർവേദയോട് പോലെ തന്നെ നമുക്ക് സിമിലാരിറ്റി തോന്നാവുന്ന ഒന്നാണ് എന്ത് സിദ്ധ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നോട്ട് എഴുതാം. ഓക്കെ മാം. സിദ്ധാന്ന് ഹെഡിങ് കൊടുത്തോളൂ കേട്ടോ. The Siddha science, ഒന്നുകൂടെ പറയൂ മാം. the Siddha science is a traditional
is a traditional system generated from Tamil culture. Traditional system. Siddha science is a traditional system Generated from Tamil. generated from Tamil culture. Generated from Tamil culture. എഴുതി കഴിഞ്ഞോ? എഴുതിയോ? Generated from Tamil culture. തമിഴ് കൾച്ചറിൽ നിന്നാണ് ഇത് ഡെറൈവ് ചെയ്ത് വന്നതെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ. രണ്ടാമത്തെ പോയിന്റ് പറയാണ് കേട്ടോ. ഇറ്റ് എൻഷുവേഴ്സ്, ഇത് ഉറപ്പ് വരുത്തുന്നു. എൻഷുവർ ചെയ്യുക മീൻസ് ENSURES, എൻഷുവേഴ്സ് ഉറപ്പ് വരുത്തുന്നു. Prevention and promotion. Prevention and promotion. Prevention എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് പ്രതിരോധം. Prevention. It ensures. Ensures എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തുക. എൻഷുവർ ചെയ്യുക, ഉറപ്പ് വരുത്തുന്നു. Prevention and promotion. ആദ്യം മുതലൊന്ന് പറയുമോ? ഓക്കെ. ഏതാ രണ്ടാമത്തെ പോയിന്റ് ആണോ? രണ്ടാമത്തെ പോയിന്റ്. It ensures prevention and promotion of health through. Okay. ഹെൽത്ത് The principles of സ്പെല്ലിംഗ് ഒന്നോട് പറയോ? ഹെൽത്ത് ത്രോന്റെ സ്പെല്ലിംഗ് പറഞ്ഞ okay. THOUGH. The principles of അല്ല മാഡം, ഹെൽത്ത് കഴിഞ്ഞൊന്ന് പറയുമോ? ലിത അജിത് കുമാർ ഇവിടെ ഇല്ലേ? കേൾക്കുന്നില്ലേ മോൾക്ക്? ഇവിടെ എന്താ പറയാ? ഒരാൾക്ക് മാത്രം കേൾക്കാത്തപ്പോഴും. ഇറ്റ് എൻഷുർസ് പ്രിവെൻഷൻസ് ആൻഡ് പ്രൊമോഷൻ ഓഫ് ഹെൽത്ത്. അതെ, ഇവിടെ കമന്റ് ചെയ്തിട്ടുണ്ട്. സ്പെല്ലിംഗ്. ഓക്കെ, കമന്റിൽ നോക്കുക കേട്ടോ. ഒരാൾക്ക് വേണ്ടി മാത്രം നമുക്ക് കുറെ നേരം വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. The principles of food is medicine, and medicine is food. Okay. Food is medicine and medicine is food. Okay. എന്നിട്ട് ഇതിനകത്തും അടുത്ത പോയിന്റ് ആയിട്ട് എഴുതാം. ഇതിനകത്ത് ഒന്നുണ്ട്, 3 കമ്പോണൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഇനി പറയാൻ പറ്റുമോ അല്ലെങ്കിൽ വിശദീകരിച്ച് എഴുതേണ്ട ആവശ്യമില്ല. 3 കമ്പോണൻസ് എന്ന് എഴുതാം ഇൻ ഹ്യൂമൻ ബോഡി. 3 കമ്പോണൻസ് ഇൻ ഹ്യൂമൻ ബോഡി. ഏതൊക്കെയാ 3 കമ്പോണൻസ്? വാത, പിത്ത, കഫ. ഓക്കെ, 3 കമ്പോണൻസ് ഇൻ ഹ്യൂമൻ ബോഡി എന്ന് എഴുതാം കേട്ടോ.
വാത, പിത്ത, കഫ. ഓക്കെ, നെക്സ്റ്റ് നാച്ചുറോപ്പതി. ആരാ വായിക്കാം? സിമി. നാച്ചുറോപ്പതി വായിച്ചോളൂ കേട്ടോ. Naturopathy believes that all diseases arise ഒരാള് വായിച്ചാൽ സിമി വായിച്ചാൽ മതി കേട്ടോ, വേറെ ആരും വായിക്കണ്ട. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. owing to accumulations of morbid matters in the body, and if scope is given for its removal, it provides cure or relief. ഓക്കെ, എന്താ പറയുന്നത് മോളെ സിമി? നാച്ചുറോപ്പതി എന്താ നാച്ചുറോപ്പതി പറയുന്നേ? ആരാ പറയാ? അതൊന്ന് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന്. ആരെങ്കിലും ഒരാളൊക്കെ പറഞ്ഞത് വായിച്ചിട്ട്. ആരും പറയുന്നില്ല, ഒരാൾ പറ. എന്താ പറയുന്നത്? നാച്ചുറോപ്പതി എന്താ മുൻപോട്ട് വെക്കുന്നത്? നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞില്ലേ? നാച്ചുറോപ്പതി എന്താ പറയുന്നത്? എല്ലാ ഡിസീസും വരുന്നത് മോർബിഡ് മാറ്റേഴ്സ് എന്ന് വെച്ചാല് എന്താ, ബാക്ടീരിയ അങ്ങനത്തതാണോ? വൈറസ്? അതായത് വിഷപദാർത്ഥങ്ങളാണ്. ഓക്കെ ഓക്കെ, ശരി. അപ്പോ അങ്ങനെ അതിൽ കൂടി ബോഡിക്ക് റിമൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില് അതുകൊണ്ട് ഉണ്ടാവുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നാച്ചുറോപ്പതി എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം വിശ്വസിക്കുന്നത്, അതായത് ഇത് മുന്നോട്ട് വയ്ക്കുന്നത് ഡിസീസ് ഒക്കെ എന്താണ്, നമുക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്താണ്, നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, കുറെ അധികം മോർബിഡ് മാറ്റേഴ്സ് ഉണ്ട്, മീൻസ് വിഷപദാർത്ഥങ്ങളുണ്ട്. അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, നമുക്ക് രോഗങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോ ഇങ്ങനെ ഉണ്ടാവുമ്പോഴും നമ്മുടെ ബോഡിക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റിമൂവ് ചെയ്യാൻ പറ്റും എന്നാണ് എന്ത് പറയുന്നത്, ഈ ഒരു നാച്ചുറോപ്പതി വിശ്വസിക്കുന്നത്. ഓക്കെ, നമ്മുടെ ബോഡിയിൽ തന്നെ എന്തുണ്ട്, ഇമ്മ്യൂണൈസേഷൻ ഇല്ലേ, നമുക്ക് പ്രതിരോധ ശേഷിയില്ലേ, ഇമ്മ്യൂണിറ്റി ഇല്ലേ, ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റി വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറെ കാര്യങ്ങളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് നാച്ചുറോപ്പതി മുന്നോട്ട് വെക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളിപ്പോ കണ്ടിട്ടുണ്ടാവും നാച്ചുറോപ്പതിയില്, ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. അതായത് ഒരു പ്രത്യേകത, അതായത് നമ്മുടെ ബോഡിയിലൊക്കെ ഫാറ്റ് എന്ത് ചെയ്യും, റിമൂവ് ചെയ്ത് കളയും. അതായത് പുറത്തൊക്കെ ഒരു കപ്പ് പോലത്തെ ഒരു സാധനം ഒട്ടിച്ചു വെക്കും. അതായത് നമ്മുടെ ബോഡിയിൽ എന്തോ ഒരു ഹിജാമ അല്ലെ, എന്നിട്ട് വലിച്ചെടുക്കുന്നതാണ്. ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് നാച്ചുറോപ്പതി. അതുപോലെ തന്നെ ഇപ്പൊ മണ്ണില്, എനിക്ക് തോന്നുന്നു മണ്ണിലൊക്കെ ചെളിയിലൊക്കെ കിടന്നിട്ട് അങ്ങനെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ വാട്ടറില്, അതൊക്കെ എന്താണ് നാച്ചുറോപ്പതിയുടെ ഭാഗമായിട്ട് വരുന്ന ചികിത്സാ രീതികളാണ്. ഓക്കെ, അപ്പോ നമ്മുടെ ബോഡിയിൽ ഇപ്പൊ എന്തെങ്കിലും വിഷപദാർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മള് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രിവെന്റ് ചെയ്യാം, അതായത് അത്രയും പുറന്തള്ളാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തില് ഓവർ ഫാറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, നമുക്ക് ഇതിന് വെയിറ്റ് കൂടുതലാണ്, ഓവർ ഫാറ്റ് ഉണ്ട്, അവിടെ ഇവിടെയൊക്കെ എന്താണ് ഫാറ്റ് ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മള് പ്രോപ്പർ ആയിട്ടുള്ള എക്സസൈസിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫാറ്റ് ബേൺ ചെയ്യാനായിട്ട് സാധിക്കും. അതാരാ ചെയ്യുന്നേ? ആരാ ചെയ്യുന്നേ? നമ്മൾ തന്നെ ചെയ്യുന്നേ. വേറെ ആരുടെയെങ്കിലും സഹായം വേണ്ടി വരുന്നുണ്ടോ അതിന്? ചിലപ്പോ ഗൈഡൻസ് വേണ്ടി വന്നേക്കാം. കാരണം എന്താ, നമുക്ക് എക്സസൈസ് നമ്മൾ യൂട്യൂബ് നോക്കിയോ അല്ലെങ്കിൽ ഒരു ജിമ്മിൽ പോയിട്ടൊക്കെ ആയിരിക്കും നമ്മളത് ചെയ്യുന്നത് അല്ലെ. ഗൈഡൻസ് ഉണ്ടാകാം, പക്ഷെ എന്താ, നമ്മൾ തന്നെ നമ്മുടെ ശരീരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് ആണത്. അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ കൊഴുപ്പ് മീൻസ് ഫാറ്റ് നമുക്ക് ബേൺ ചെയ്ത് കളയാനായിട്ട് സാധിക്കും. അപ്പോ നാച്ചുറോപ്പതി ആണെങ്കിലും അതുപോലെ തന്നെ ഹോമിയോപ്പതി ആണെങ്കിലും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ ശരീരത്തിനൊരു പ്രതിരോധ ശേഷിയുണ്ട്,
അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കാര്യങ്ങൾ ശരീരത്തിന് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഹോമിയോ മരുന്നുകളൊക്കെ നമ്മൾ കഴിക്കുമ്പോഴും എന്താണ്, അവരിങ്ങനെ ചിട്ടകളൊക്കെ പറയുന്നുണ്ടല്ലോ, ഇത്ര ദിവസം. ഇപ്പൊ ഹോമിയോ മരുന്നുകൾ ആദ്യം നമ്മൾ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് രോഗം കൂടുക ചെയ്യുക. ഓക്കെ, പെട്ടെന്ന് കുറയില്ല. ഇംഗ്ലീഷ് മരുന്ന് ആദ്യം കൂടിയിട്ടാണ് പിന്നെ കുറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിനോട് ആ മരുന്ന് അഡാപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ആ ഒരു ടൈം പീരീഡ് വേണ്ടി വരുന്നത്. അപ്പൊ ഈ രണ്ട് സിസ്റ്റം, അതായത് നാച്ചുറോപ്പതി ആണെങ്കിലും ഹോമിയോപ്പതി ആണെങ്കിലും, ഇത് പറയുന്നതിനനുസരിച്ച് എന്താണ്, നമ്മുടെ ശരീരത്തിന് സ്വാഭാവികമായിട്ട് എന്തുണ്ട്, കുറെ കാര്യങ്ങൾ ചെയ്യാനുള്ള ശേഷിയുണ്ട്. അപ്പൊ അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ശരീരത്തിലെ മോർബിഡ് മാറ്റേഴ്സിനൊക്കെ എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാനായിട്ട് സാധിക്കും. Is it clear? Clear ആണോ? Yes, ma'am. Yes. Okay. അപ്പൊ ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി എന്നൊരു ഹെഡിങ് കൊടുക്കുക കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. സോറി, ക്വസ്റ്റ്യൻ അല്ല, ഫസ്റ്റ് പോയിന്റ്. ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. ഹോമിയോപ്പതിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. ആദ്യം ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. 18ാം നൂറ്റാണ്ടിലാണ് ഹോമിയോപ്പതി ഡെവലപ്പ് ചെയ്തു വന്നത്. ഓക്കെ, ഹോമിയോപ്പതി ഡെവലപ്ഡ് ഇൻ 18th century. ഫാദർ ഓഫ് ഹോമിയോപ്പതി ആരാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടാവുമല്ലോ. Dr. Hahnemann. ഡോക്ടർ സാമുവൽ ഹാനിമാൻ കേട്ടോ. അത് എഴുതിക്കോളൂ. ഫാദർ ഓഫ് ഹോമിയോപ്പതി ഡോക്ടർ സാമുവൽ ഹാനിമാൻ. സാമുവൽ ഹാനിമാൻ. ഹാനിമാൻ, HANIMAN, ഹാനിമാൻ. അടുത്ത പോയിന്റ്, ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. ഹോമിയോപ്പതി ആൻഡ് നാച്ചുറോപ്പതി. Is a medical system. Is a medical system based on the belief. Belief എന്ന് പറഞ്ഞാൽ വിശ്വാസം കേട്ടോ. BELIEF. 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 That. Belief that body can body 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 can cure itself. Cure പ്രതിരോധിക്കാൻ കഴിയുന്ന കേട്ടോ. CURE cure itself. It's എന്ന് എഴുതാം, എന്നിട്ട് സെൽഫ് എന്ന് എഴുതാം കേട്ടോ.
ഓക്കെ, എഴുതിയോ? Yes, ma'am. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? Yes, ma'am. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താലോ? Okay, ma'am. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ട്ടോ ചെയ്യുന്നേ. എളുപ്പമാണ്, ടെൻഷൻ ഒന്നും ആവണ്ട, പെട്ടെന്ന് കിട്ടും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ആയുഷ് ഈസ് ഫോംഡ് ഇൻ വിച്ച് ഇയർ? ആയുഷ് ഈസ് 2014. സോറി പറയട്ടെ, നിങ്ങൾ എഴുതുക, പറയണ്ട. ഓക്കെ, എഴുതിയാ മതി കേട്ടോ. ക്വസ്റ്റ്യൻ എഴുതണ്ട, ആൻസർ മാത്രം എഴുതിയാൽ മതി. ആയുഷ് ഈസ് ഫോംഡ് ഇൻ വിച്ച് ഇയർ? Second question. Write the Pancha Mahabhutas. Write the Pancha Mahabhutas. എഴുതിയോ? Yes. Third question. According to Ayurveda, what is the definition of disease? According to Ayurveda, what is the definition of disease? എഴുതിയോ? എത്തി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞെങ്കിൽ പറയാട്ടോ. കഴിഞ്ഞോ? അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാട്ടെ.
Yes, ma'am. Okay. Okay, ma'am. Next question. What are the two theories in Unani system? What are the two theories in Unani system? And now, Yes, ma'am. Yes, ma'am. next question. The Siddha is generated from dash culture. The Siddha is generated from dash culture. ക്ലിയർ അല്ല പറയുന്നത്. എന്താ കിട്ടിയില്ലേ? രമ്യക്ക് കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻ കിട്ടിയില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഫാദർ ഓഫ് ഹോമിയോപ്പതി. ഫാദർ ഓഫ് ഹോമിയോപ്പതി. എത്ര ക്വസ്റ്റ്യൻ ആയിപ്പോ? Sixth. സിക്സ് ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ, എല്ലാവരും ആൻസർ ചെയ്തോ? Yes, ma'am. മാം കണക്ഷൻ പോയി 3 ക്വസ്റ്റ്യൻസേ കിട്ടിയുള്ളൂ. ഒരു 5 മിനിറ്റ്സ് തരാം. 5 മിനിറ്റ്സ് തരാം. ഒന്നും കൂടി ഒന്ന് നോക്കുക കേട്ടോ. ആരെങ്കിലും എഴുതാട്ടുണ്ടെങ്കിൽ എഴുതിക്കോളൂ. 5 മിനിറ്റ്സ്. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ വല്ലതും പറയുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല കേട്ടോ. ഓക്കെ ഓക്കെ. ഓക്കെ, ഞാൻ സമയം കൊടുത്തിരിക്കുകയാണ് 5 മിനിറ്റ്. എഴുതാത്തവരുണ്ടെങ്കിൽ എഴുതാനായിട്ട്. അയ്യോ, 5 കിട്ടിയില്ലെന്ന് തോന്നുന്നു. 3, 4, 5 ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ 4 വരെ ഞാൻ എഴുതിയിട്ടുള്ളൂ. 4 തോന്നുന്നു എനിക്ക് കിട്ടാൻ. മാം ഇതിന്റെ അകത്ത് തന്നെ ഉത്തരം എഴുതാൻ എനിക്ക് അറിയില്ല. ഞാൻ നോട്ടിൽ ഉത്തരം എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് കുഴപ്പമില്ല. സാറില്ല, നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇവിടെ നിന്ന് തരും. അപ്പൊ ചെയ്താൽ മതി. ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് എത്ര മനസ്സിലായി എന്ന് അറിയാനായിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. ഓക്കെ,
കഴിഞ്ഞോ? എല്ലാവരെയും കഴിഞ്ഞോ? 5 മിനിറ്റ് ആയോ? Yes, ma'am. എഴുതാത്തവരുണ്ടെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. എല്ലാവരെയും കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻസർ പറയാം അല്ലേ? ആദ്യത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ? ഷിജു അബ്രഹാം എന്ന് പറഞ്ഞേ. 2014. എത്രയാ? 2014. 2014. ഒരു ഡേറ്റ് ഉണ്ടായിരുന്നല്ലോ. 9/9/2014. 9 നവംബർ അല്ലേ? ഓക്കെ. ഇനി സെക്കൻഡ് ആരാ പറയാ? ജസ്ന. ജസ്ന സെക്കൻഡ് ക്വസ്റ്റ്യൻ. എർത്ത്, എയർ, സ്പേസ്, ഫയർ, വാട്ടർ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കേട്ടോ. പഞ്ചമഹാഭൂതാസ് എഴുതാനാണ് പറഞ്ഞത്. ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ എന്തായിരുന്നു? എങ്ങനെയാ ഡിസീസ് ഉണ്ടാകുന്നേ? എങ്ങനെ ഉണ്ടാകുന്നേ? They are in harmony with each other, but in human body, one of them is dominating and is called as diseases. അല്ലെ? ആയുർവേദം അനുസരിച്ച് എങ്ങനെയാണ് ഡിസീസ് ഉണ്ടാകുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഫേമസ് ആയിട്ടുള്ള തിയറി അല്ലെ യുനാനിയിലെ? ഒന്ന് ചതുർദോഷ, ചതുർഭൂത. ഓക്കെ, പിന്നെ സിദ്ധ എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തു വന്നത്? തമിഴ് കൾച്ചർ. ഓക്കെ, ഫാദർ ഓഫ് ഹോമിയോപ്പതി? Samuel Hahnemann. ഓക്കെ, കഴിഞ്ഞോ? ക്വസ്റ്റ്യൻ കഴിഞ്ഞോ? കഴിഞ്ഞില്ലേ? ഓക്കെ, എല്ലാവർക്കും ഉണ്ടോ? എല്ലാവരുടെയും കറക്റ്റ് ആയോ? Yes, ma'am. ആരെങ്കിലും തെറ്റിപ്പോയോ? ഇല്ല. ഓക്കെ ഓക്കെ. മാം തേർഡ് ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്നുകൂടി പറയോ? തേർഡ് ക്വസ്റ്റ്യൻ ആൻസറോ? They are in harmony with, നോട്ട് എഴുതിയെടുത്തിട്ടില്ലേ? യെസ്. So, they are in harmony with each other. Human body, one of them is dominating and is called a disease. നോട്ടിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ, അത് നോക്കിയാൽ മതി. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ തമിഴ് കൾച്ചർ ആണ് കേട്ടോ. അല്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ യുനാനിയുടെ ആയിരുന്നു അല്ലേ? അല്ല മാം, ചതുർഭൂത ആൻഡ് ചതുർദോഷ. ചതുർദോഷ, ചതുർഭൂത രണ്ട്. ഓക്കെ, എളുപ്പമല്ലേ പഠിക്കാനായിട്ട്? യെസ് മാം. ഓക്കെ, അപ്പോ ഇന്ന് എന്ത് ചെയ്യാം? വൈകുന്നേരം ഒന്നുകൂടി എന്ത് ചെയ്യാം? ഇരുന്ന് ഒന്നുകൂടി വായിക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് നോട്ടായിട്ടുള്ളത്. ബാക്കി ഇനി മോഡേൺ അലോപ്പത്തിക് ഹെൽത്ത് കെയർ സിസ്റ്റം തുടങ്ങിയുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോവുക ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് അല്ലെ തേഴ്സ്ഡേ കാണാം. ഓക്കെ, ഓക്കെ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.